സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു എന്ന വിവരമുണ്ട്. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ചേതൻ ചേരുകയാണ്. ചേതൻ, ഇതിൻ്റെ വിശദാംശങ്ങൾ വിവരങ്ങൾ എന്തൊക്കെയാണ്? എവിടെയാണ് ചികിത്സ തേടിയിരുന്നത്? ശരത്ത്, സംസ്ഥാനത്ത് ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം കൂടി മരണം സംഭവിച്ചിരിക്കുകയാണ്. മലപ്പുറം ചേലേമ്പ്ര സ്വദേശിയായ ഷാജിയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ഇതിപ്പോൾ ഒരു മാസത്തിനിടെ സംസ്ഥാനത്തുണ്ടാവുന്ന ആറാമത് മരണമാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരിക്കും അതുപോലെ തന്നെ രാമനാട്ടുകര സ്വദേശിയായ 30 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അതിനിടെ താമരശ്ശേരി സ്വദേശിയായ 7 വയസ്സുകാരൻ രോഗവിമുക്തി നേടിയിരുന്നു. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രധാനമായും മന്ത്രി എടുത്തു പറഞ്ഞത് ആഗോളതലത്തിൽ 90% മേലെ മരണനിരക്കുള്ള ഒരു രോഗമാണിത്. പക്ഷേ സംസ്ഥാനത്ത് ഇതിൻ്റെ മരണനിരക്ക് 23%. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ജനങ്ങൾ പരിഭ്രാന്തി ആവേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. കാരണം ഇവിടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നതുകൊണ്ടും രോഗം നിർണ്ണയിക്കാൻ ശേഷിയുള്ള ആരോഗ്യ വിഭാഗം ഉള്ളതുകൊണ്ടുമാണ് സംസ്ഥാനത്ത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ജർമ്മനിയിൽ നിന്നടക്കം വില കൂടിയ മരുന്നുകൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വീട്ടിലെ കിണറുകളും അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യാനും സംസ്ഥാനത്തെ എല്ലാ ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യാനുള്ള അടക്കം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നിർദ്ദേശവും നൽകിയിരുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജനങ്ങളാരും പരിഭ്രാന്തരാകേണ്ട എന്ന കാര്യം കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നു. ശരത്. ശരി, ചേതനാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. തീവ്രമായ പ്രതിരോധ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഒരു ഭാഗത്ത് വേണ്ട ചികിത്സാ സജ്ജീകരണങ്ങൾ ഒരുക്കി പോകുന്നു. അതിനിടയിലാണ് നിർഭാഗ്യകരമായി ഇത്തരം സംഭവങ്ങൾ, മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നതുകൂടിയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ആളുകളെ രക്ഷിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ രോഗപ്രതിരോധ നടപടികളും വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ചേതൻ നൽകിയത്.